തൃശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ നേതാക്കളുടെ പേരിൽ വോട്ട് ചോദിച്ചുള്ള പ്രചാരണം UDF-നും LDF-നും തലവേദനയാകുന്നു. TN പ്രതാപൻ MP-ക്ക് വേണ്ടി കൂടുതൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. KPCC നിർദ്ദേശം പ്രാദേശിക നേതൃത്വം വകവയ്ക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ചുവരെഴുത്ത് പാടില്ലെന്ന് പ്രതാപൻ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അണികളോട് വോട്ട് ചെയ്യാൻ എങ്ങനെ പറയുമെന്ന് മന്ത്രി K. രാജൻ പരിഹസിച്ചു. തൃശ്ശൂരിൽ ഞങ്ങളും BJPയും തമ്മിലാണ് അങ്ങനെ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. കണ്ണുപൊട്ടന്മാർ പോലും പറയാത്ത, രാഷ്ട്രീയ നിരീക്ഷണം ഗൗരവമായി നടത്തുന്ന ഒരാളും പറയാത്ത വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ടെങ്കിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം, കോൺഗ്രസിന്റെ നേതൃത്വം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം. എന്തിനാണ് അനാവശ്യമായി BJPയെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ, BJPയോട് ചേർന്ന് നിൽക്കാൻ, ഞങ്ങളും നിങ്ങളും തമ്മിലാണ് മത്സരമെന്ന് പറയാൻ അതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മതനിരപേക്ഷമായിട്ടുള്ള തൃശ്ശൂർ തിരിച്ചറിയും. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുകയും ചെയ്യാം. അദ്ദേഹം പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അണികളാണ്. അപ്പൊ ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ നേതൃത്വവും പറഞ്ഞാൽ അണികൾ എങ്ങനെ കേൾക്കുമെന്ന് വിചാരിക്കും. അതിനിടെ VS സുനിൽകുമാറിന് വോട്ട് തേടി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ CPIയും വിശദീകരണം നൽകേണ്ട അവസ്ഥയിലായി. തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലാണ് സുനിൽകുമാർ അനുകൂല പോസ്റ്ററുകൾ പ്രചരിക്കുന്നത്.